ഇന്ന് നാരായണ ഭവനിൽ നിന്ന് അച്ചായൻ സ്പെഷ്യൽ പൊതിച്ചോറ് എടുത്തേക്കുന്നത്. നാരായണ ഭവനി മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു സാധനം. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഒരു 3-4 കൂട്ടം നോൺ വെജ് സാധനങ്ങളുണ്ടാവും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനകത്ത് 3 കൂട്ടമാണ് ശരിക്കും. പച്ചക്കറി 3-4 കൂട്ടുള്ളൂ. പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഇത് വരുന്നുണ്ട്, പുളിശ്ശേരി വരുന്നുണ്ട്, മറ്റേ പരിപ്പ് കറി വരുന്നുണ്ട്, സാമ്പാറുണ്ട്, ചമ്മന്തിയുണ്ട്, അച്ചാറുണ്ട്, 2 മുളകുണ്ട്, പിന്നെ വെണ്ടയ്ക്കയുണ്ട്. വെണ്ടയ്ക്ക അതൊരു മെഴുക്കുവരട്ടിയാണ്. ഇത്രയേ ഉള്ളൂ. നോൺ വെജ് ഐറ്റം മുട്ട പൊരിച്ചതുണ്ട്, മീൻ വറുത്തമുണ്ട്, ബീഫുണ്ട്, മീൻ കറിയുണ്ട്, ചിക്കനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന് 287 രൂപയായി സൊമാറ്റോയിൽ എടുക്കുമ്പോൾ. അത് ചില ദിവസങ്ങൾ ഓഫറിൽ കിട്ടും, 230 രൂപയ്ക്ക് കിട്ടും. 230 രൂപയ്ക്കാണെങ്കിൽ നല്ല ലാഭമായി സാധനം. 287 രൂപയുടെ സാധനമില്ല. പിന്നെ എല്ലാം ഇച്ചിരി ഇച്ചിരി കഴിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. ഇച്ചിരി ബീഫ് എടുത്ത് കഴിച്ചു, ഒരു ഇച്ചിരി ചിക്കൻ കഴിച്ചു, ഇച്ചിരി മീൻകറി കഴിച്ചു, ഇച്ചിരി മീൻ വറുത്ത് കഴിച്ചു, ഇച്ചിരി മറ്റേ മുട്ട പൊരിച്ച് കഴിച്ചു, അതിൻ്റെ കൂടെ ഇച്ചിരി പച്ചക്കറി കഴിച്ചു. അതൊരു പ്രത്യേക സുഖം. സംഭവം നല്ല രുചിയൊക്കെ തന്നെ കേട്ടോ, അതിനകത്ത് അത് വ്യത്യാസമൊന്നുമില്ല. നല്ല സാധനം, ഒന്ന് ട്രൈ ചെയ്യേണ്ട സാധനം. ഈ ഞായറാഴ്ചകളിലാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അന്നേരം ശരിക്കും പറഞ്ഞാൽ സൊമാറ്റോയിൽ നമ്മുടെ സ്റ്റാച്യൂലായി നാരായണ ഭവൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാച്യു നാരായണ ഭവനിന് അച്ചായൻ സ്പെഷ്യൽ നോൺ വെജ് എന്ന് പറഞ്ഞാൽ മറ്റേ നാരായണ ഭവൻ അച്ചായൻ സ്പെഷ്യൽ അങ്ങനെയാണ് അതിൻ്റെ പേര് വരുന്നത്. അങ്ങനെയാണ് പേര് വരുന്നത്. അച്ചായൻസ് NBS അച്ചായൻസ് പൊതിച്ചോറ്. അതിനകത്ത് നോക്കിയാൽ മതി, അതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കൃത്യമായിട്ട് എല്ലാ സാധനവും ഉള്ള ആ ഒരു സംഭവമുണ്ട്. അത് 50 രൂപയ്ക്കൊക്കെ കുറച്ച് കിട്ടും, 230 രൂപയ്ക്ക് കിട്ടും. ഒരു 230 രൂപ 35 രൂപയ്ക്ക് അങ്ങോട്ട് അത് കിട്ടുന്നത്. അത് ഭയങ്കര ലാഭമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് കൊതി കൊണ്ട് ഇന്നങ്ങ് എടുത്തതാ. 287 രൂപയുടെ സാധനം ഉണ്ടോയെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. പക്ഷെ സാധനമൊക്കെ നല്ല രുചികരമാണ്, നല്ല ഇതാണ്, കൊള്ളാം. അപ്പം ഞാൻ എന്താണേലും നാരായണ ഭവനിലെ സ്റ്റാച്യൂലുള്ള നാരായണ ഭവനിലെ ഇന്നത്തെ പൊതിച്ചോറ് കഴിക്കട്ടെ. നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു. കഴിച്ചില്ലെങ്കിൽ കഴിക്കുക. ഇപ്പം കഴിവതും ഈ ബിരിയാണി ഒഴിവാക്കുക. എന്നാന്ന് വെച്ചാൽ ഭയങ്കര നെയ്യാണ് പലപ്പോഴും. അതുപോലെ കൂടിയ മസാലയും അത് വയറിന് ചില സമയത്ത് പ്രശ്നം ഉണ്ടാക്കും. അതേസമയം ചോറാണെങ്കിൽ അത്രയും പ്രോബ്ലം ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. 2-3 ദിവസത്തേക്കൊന്നും ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേണ്ടാന്ന് വെച്ചൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഫുഡും വേണ്ടാന്ന് നോക്കുന്ന ഇഷ്ടമല്ല. എന്നാൽ ശരി, അപ്പം ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം.